ഹലോ ഫ്രണ്ട്സ്, വള്ളവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. തോനെയൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. കുറച്ച് നേരത്തെ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് വന്ന് നേരെ പോകണം നമ്മൾ മുഖമൊക്കെ കഴുകാനായിട്ട്. ഭയങ്കര ഇരുട്ടാണ്, ചെറിയ ഇരുട്ടൊന്നുമല്ല, നല്ല ഇരുട്ടാണ് കേട്ടോ. അതൊക്കെ കാണുന്നത് വഴി വെളിച്ചങ്ങളാണ്. ആരും അധികം ഒന്നും നീട്ടിട്ടില്ല കേട്ടോ. മഴയൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളവിടെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടോ? എല്ലാവരും സേഫ് അല്ലേ? പിന്നെ മുഖമൊക്കെ കഴുകി വന്നായിരുന്നു കേട്ടോ. അമ്മയും പിള്ളേരും ഒന്നും എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം നമ്മളോട് കുറേ പേര് നമ്മളെ ഫുൾ വീഡിയോ ചെയ്യാൻ പറയണുണ്ട് കേട്ടോ. പക്ഷേ ഏട്ടൻ ഫോൺ കൊണ്ടുപോകുക കാരണമാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മളത് ചെയ്യാൻ പറ്റാത്തോട്ടാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ, നല്ലൊരു ഫോൺ, ഒരു ഫോണേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. എന്തായാലും ഇനി സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ വീട്ടുപണികളിലേക്കൊക്കെ കടന്നു. രാവിലെ തന്നെ നമ്മൾ ചാരം വാരുകയാണ് കേട്ടോ. ചാരം ഭയങ്കരമായി ഫുള്ളായി നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചീനിച്ചട്ടിക്കൊക്കെ നമ്മളതാക്കി കേട്ടോ. ചാരം വാരലൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തീ പിടിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. തീയാണെന്ന് വെച്ചാൽ വിറകൊക്കെ നല്ല നനവായിട്ട് കത്തണമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, ടാസ്ക് പിടിച്ച് പരിപാടി തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം പിടിക്കട്ടെ. ഒരു അരമണിക്കൂറോളം പിടിക്കും തീയൊക്കെ ഒന്ന്, വിറകൊക്കെ ഒന്ന് ചൂടായിട്ട് വന്ന് തീയൊക്കെ ഒന്ന് കത്തിക്കാം കേട്ടോ. കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് സ്വർഗ്ഗമാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. സ്വർഗം തന്നെയാണ്, അല്ല എന്നൊന്നുമല്ല പറയണത്. പക്ഷേ നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പോഴാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയുള്ളൂ. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്നൊരു ടോയ്ലറ്റിക്ക് പോകാനായാലും ശരി, പുറത്ത് അടുപ്പിനവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ആ വെള്ളത്തിൽ നിന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളിലൊക്കെ ഈ എലികളൊക്കെ ഉണ്ട്. ഈ മുളകും കൂട്ടം കാരണേ എലികളൊക്കെ വന്ന് ടാർപ്പായൊക്കെ കയറി നമ്മുടെ ചില സ്ഥലങ്ങളിൽ ചോരണൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ എന്താ അങ്ങനെ പറയണമെന്ന് കരുതണ്ട. കുറേ പേര് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പണിയിലേക്കൊക്കെ കടന്നു കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അമ്മയൊക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ. നമ്മളെ കോഴിക്കുട്ടന്മാരെ വിടുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കോഴിക്കുട്ടന്മാരുടെ എണ്ണയൊക്കെ കുറഞ്ഞു കേട്ടോ. ഈ കർക്കിടക മാസമായിട്ടേ കുറേ പേര് വന്ന് കോഴീനെയൊക്കെ മേടിച്ച് പോയായിരുന്നു കേട്ടോ. മറ്റേ സൂപ്പൊക്കെ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കോഴിക്കുട്ടന്മാരുടെ എണ്ണയൊക്കെ നമുക്ക് കുറഞ്ഞു വരും. നമുക്ക് പൈസ കിട്ടും. എന്നാലും നമ്മുടെ മക്കൾക്ക് ഭയങ്കര സങ്കടമായിട്ട് കൊടുക്കാൻ മുറ്റത്ത് ആൾ വന്ന് നിൽക്കുമ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ കരയണം കേട്ടോ. നമ്മളെന്നാലും ആൾക്കാർ നമുക്കും ഒരു വരുമാനമാണ്, നമുക്കല്ല അമ്മയ്ക്കൊരു വരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ വന്നവർക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഒരു 3-4 കോഴീനെ കൊടുത്തായിരുന്നു. അങ്ങനെ കോഴിക്കുട്ടന്മാർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. എഴുന്നേറ്റിട്ട് ബെഡ്ഷീറ്റൊന്നും മടക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അമ്മ. അപ്പം അമ്മ അത് വന്നിട്ട് പിള്ളേരൊന്നും നീറ്റായിരുന്നില്ലേ. ഇപ്പം പിള്ളേരൊക്കെ ഇപ്പം നീറ്റു. എല്ലാവരും ചൂടൊക്കെ കായാൻ പോയി ഇരുന്നിട്ടുണ്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെ. വെയിലാണച്ചാലും മഴയാണച്ചാലും നമ്മുടെ മക്കൾക്ക് എന്തായാലും ആ ചൂടെന്തായാലും കായണം. അപ്പം അമ്മ അതൊക്കെ മടക്കി വെച്ച് നേരെ ഞാനങ്ങനെ കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചായ വെക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണനാണ് കേട്ടോ. കണ്ണനാണ് വീഡിയോഗ്രാഫർ. ഇപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അച്ഛമ്മ മേക്കപ്പൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ വിളക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗം. എല്ലാവരും പറയാറ് നമ്മുടെ സ്വർഗം. മനസ്സമാധാനം കൊണ്ട് നമ്മൾ സ്വർഗത്തിലാട്ടോ ജീവിക്കുന്നത്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഈ ബാക്കിലൊരു പച്ച ഷീറ്റ് കാണലുണ്ടോ? അതിനൊക്കെ മഴച്ചാറിൽ വരുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ. അതൊക്കെ നനയുന്നുണ്ട്. നമ്മുടെ ടി വി വെച്ചവിടെ കുറേശ്ശെ നനയുന്നുണ്ട്. ഈ ഫോട്ടോ വെച്ചതിനോട് കൃഷ്ണനൊക്കെ അങ്ങനെ കുളിച്ച് നിൽക്കുമായിരുന്നു. കുറേ നമ്മൾ ഈ എത്ര വൃത്തിയാക്കിയാലും ഈ എലികൾ ഭയങ്കരമായിട്ട് കടിച്ചു മുറിക്കുക കാരണം യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഭയങ്കര നനവുണ്ടാവും കേട്ടോ. നനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അലമാരം ഇതൊക്കെ ഷീറ്റിട്ട് വെച്ചേക്കണം. അതിൽ വെള്ളം വന്നിട്ട് നമ്മൾ ഷീറ്റിട്ട് വെച്ചു. ഇപ്പോൾ എല്ലാവരും പറയണ സ്വർഗത്തിലേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ അത് സ്വർഗം തന്നെ ആയിരിക്കും. പക്ഷെ ജീവിച്ചവരുണ്ടാവില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പറയും. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ച് എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട്, മേക്കപ്പ് എന്ന് പറയാനുള്ള മേക്കപ്പ് എന്നൊരു ചന്ദനക്കുറി ഇട്ടോ, ഒരു സിന്ദൂരം ഇട്ടോ, ഇതാണ് എൻ്റെ മേക്കപ്പ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ നേരെ ഏട്ടനെ ചോറൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ നേരെ പോയി അരിയൊക്കെ അടുപ്പത്തിട്ടു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങുകയാണ്. കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു കേട്ടോ, ഇരുട്ടത്ത് തീ കടിച്ചിട്ട് വെളിച്ചത്താണല്ലോ അരി ഇടുന്നതെന്ന് ചോദിച്ചായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ പണികളുണ്ട്. വെള്ളം ചൂടാക്കും നമ്മുടെ പിള്ളേർക്ക് കുളിപ്പിക്കാൻ, കുടിക്കാനുള്ള വെള്ളം. അങ്ങനെയൊക്കെ ചൂടാക്കിയൊക്കെ വരുമ്പോഴേക്ക് സമയം കുറച്ച് വെളിച്ചാവും. അപ്പോൾ അരി ഇടുന്ന കുറച്ച് നേരം വൈകിട്ടുള്ളൂ എന്ന് മാത്രം. നമ്മൾ എഴുന്നേൽക്കൽ എപ്പോഴാണെന്ന് ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് ഒരു 5 മണിക്കായിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു 6 മണിയാവും. 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു വെളിച്ചാവുമല്ലോ.
അങ്ങനെ അതിൻ്റെ ഇടയിൽ പോയി അമ്മ ചായയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഏട്ടനെ പോയി ഞാൻ വിളിക്കണം കേട്ടോ. ഒരു 6-6:30 കഴിഞ്ഞ് 7 മണി ആയിട്ടുണ്ടാവണം. ആ സമയത്ത് പോയിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചു. ഏട്ടനാന്ന് വെച്ചാൽ നല്ല വെട്ടുകല്ല് ഏട്ടാണ് കേട്ടോ. ഏട്ടന് തീരെ വയ്യാന്ന് പറഞ്ഞിട്ടാണ് കിടക്കണത്. എന്നാലും ഞാൻ പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചായയൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടെ നേരെ എനിക്ക് പണികളുണ്ട്. കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ. നമ്മുടെ കണ്ണനിന്ന് പാട്ട് ക്ലാസ് ഉണ്ട്. അവനെ ഫുഡ് കൊണ്ടുപോകണം, കഴിച്ചിട്ട് പോകണം. 10 മണിക്ക് കൊണ്ടുപോകും വേണം. അപ്പം ഏട്ടനോട് ഞാൻ പറഞ്ഞു തേങ്ങ പൊളിക്ക് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞു നിനക്കിതിന് മാത്രം ഞാനിരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം പിടിക്കും കേട്ടോ തേങ്ങ പൊളിക്കായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പൊളിക്കാൻ സാധിക്കും. അപ്പോൾ ഏട്ടനോടാണ് പറയുക. അല്ലെങ്കിൽ ഏട്ടൻ പൊളിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 എണ്ണമൊക്കെ പൊളിച്ച് തരും കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് തന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു. തേങ്ങയൊക്കെ പൊളിക്കൽ കഴിഞ്ഞ് തേങ്ങ വെട്ടാൻ നിൽക്കണം കേട്ടോ. തേങ്ങ ഓൾറെഡി വെള്ളം ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ പൊളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെട്ടിയപ്പോഴോ ഭയങ്കര മോശമാണ് തേങ്ങ. അതാണ് ഏട്ടൻ്റെ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവണുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെയും കറിക്ക് ഏട്ടൻ വേറെ തേങ്ങ വെട്ടിയായിരുന്നു. അത് നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ഇന്നത്തെ നമുക്ക് കറി കടലക്കറിയാണ് കേട്ടോ. പുട്ടും കടലക്കറിയാണ്. കുറേ പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നുണ്ട് ദോശയാണ് എന്ന്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുട്ടാണ് പറയണോ ഇനി അടുത്തത്. ഞാൻ തമാശയായിട്ടാട്ടോ പറയുന്നത്, കാര്യത്തിലെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ആവിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്, ഇഡ്ഡലി പാത്രത്തിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നനച്ച പൊടി അതിലേക്ക് ഇട്ടേക്ക് തേങ്ങയും പൊടി ഇട്ട് കൊടുക്കുക. ആയി വന്ന് എടുക്കുക കേട്ടോ. നമ്മൾ എളുപ്പത്തിനുള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇരിക്കും. നമ്മുടെ കാശിക്കൂട്ടം വന്നിട്ട് തേങ്ങ വേണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് തേങ്ങയൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ അപ്പുറത്ത് കറിക്ക് ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതായി വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുന്ന കൂട്ടത്തിൽ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ ഏട്ടനും മക്കൾക്ക് അങ്ങനെ ഉള്ളി ഒന്നും മാറ്റി വയ്ക്കും അവർ. അപ്പോൾ അത് അങ്ങനെ നാശമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരയ്ക്കാണ് ചെയ്യാറ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരാണെന്ന് ഉണ്ടാക്കി നോക്കണേ. ഇവിടെ കാശിക്കുട്ടനായാലും കണ്ണനായാലും ഏട്ടനായാലും നമ്മൾ കറിയിലൊക്കെ ഉള്ളി കണ്ടാൽ അവരെടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അത് നാശമായി പോവില്ലേ. അപ്പം ഞാൻ കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടി വഴറ്റിട്ടു. അതിലേക്ക് കുറച്ച് തേങ്ങ ഇടും. പിന്നെ മല്ലി, മുളക്, ചിക്കൻ മസാലയൊക്കെ ഇടും. അതെല്ലാം കൂടി നന്നായി വാട്ടിയിട്ട് നമ്മൾ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കും. എന്നിട്ട് നമ്മൾ കടല വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ കറി നല്ല തേങ്ങയുടെ അത്യാവശ്യം തോനെ വേണ്ടി വരില്ല കേട്ടോ. കുറച്ച് തേങ്ങ മതി. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മാറ്റി വയ്ക്കുന്ന സംഭവം എന്തായാലും ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി അരച്ച് ചേർക്കുമ്പോഴേ മനസ്സിലാവില്ല, എല്ലാവരും കഴിക്കുകയും ചെയ്യും. അങ്ങനെ നാശമായി പോവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പുട്ടാവണുണ്ട്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഞാൻ ഇടാൻ മറന്നായിരുന്നു. അപ്പോൾ അത് ചിക്കൻ മസാല ഇടുകയാണ്. ഇതെല്ലാം കൂടി അരച്ചൊഴിച്ച് കടുക് വറുത്തിട്ട് കഴിഞ്ഞ് കൂട്ടാനായിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുക ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കണ്ണനെ ഫുഡ് കൊണ്ടുപോകണം. അവൻ രാവിലെ ഫുഡ് കഴിക്കും കേട്ടോ. പിന്നെ 10 മണിക്ക് ഫുഡ് കൊണ്ടുപോകും വേണം. അപ്പോൾ അവനുള്ള ഫുഡ് ആക്കിയായിരുന്നു. കറി ആക്കി. ഏട്ടനെ അടുത്താണ് പണി അറിയാണ്ട് നമ്മൾ ചോറൊക്കെ ആക്കി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ചോറാക്കി, വർക്കിംഗ് ഡ്രസ്സാക്കി, ഫുഡൊക്കെ ബാഗിലേക്ക് ആക്കിയതിന് ശേഷമാണ് അയ്യോ ഇന്ന് അടുത്താണ് പണി. ഏട്ടൻ പണി സെറ്റിൽ എത്തിയിട്ട് അയ്യോ ചോറ് കൈ പിടിച്ചു എന്നുള്ള ഓർമ്മ കേട്ടോ. എന്നാലും ഏട്ടൻ ഫുഡ് കൊണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഏട്ടൻ വന്നായിരുന്നു. അപ്പോൾ കണ്ണൻ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കണം കേട്ടോ. രാവിലെ നിർബന്ധമായിട്ടും പറയും എന്നാൽ ഫുഡ് കഴിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അവൻ എന്തെങ്കിലും ഈ നേരത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എനിക്ക് വേണ്ടാന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അവർ ഫുഡ് കഴിച്ചിട്ടാണ് വിടാൻ പാടുള്ളൂ പറയും. 10 മണിക്കായാലും ഒരു 10, 10:30, 11 മണിയായി അവർക്ക് വീണ്ടും ഫുഡ് കഴിക്കണം. അപ്പോൾ കുറച്ചേ കൊടുത്തേക്കുള്ളൂ. അപ്പോൾ കുറച്ച് രാവിലെ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ കുറച്ചാക്കി കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, ചിലപ്പോൾ കഴിക്കും. എന്നാലും നമ്മളെന്തായാലും നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. ഫുഡ് അവനെ ഞാൻ കൊടുത്തേക്കും കേട്ടോ. ചിലപ്പോൾ അവൻ കഴിക്കും. രാവിലെ ഫുഡ് കഴിച്ചിട്ടല്ലേ പോകണം. 10-15 മണിക്ക് വീണ്ടും വിശക്കില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ഏട്ടനുള്ള ഫുഡാക്കി, കണ്ണനുള്ള ഫുഡൊക്കെ ഏട്ടനാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ. എന്നും ഏട്ടനാണ് കേട്ടോ ശനിയാഴ്ച അവനെ ക്ലാസ്സിന് കൊണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഏട്ടനെ പണിസെറ്റ് മാറ്റം കിട്ടി എന്ന് പറഞ്ഞിട്ടേ പണി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണം. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഏട്ടൻ എന്നോട് നീ കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചു. പണികളൊക്കെ രാവിലെ നമ്മൾ നേരത്തെ നിൽക്കൊണ്ട് പണികളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കൊണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ 9 മണിക്ക് വന്ന് ബസ്സുണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, ഞാൻ എന്തായാലും റോഡ് വരെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും കൂട്ടത്തിൽ പുറപ്പെട്ട് ഇറങ്ങി. ഏട്ടനും കഴിച്ച് ഏട്ടനും പുറപ്പെട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.